കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അവ വെന്തുപോകും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനെന്ന് തുടങ്ങി ആരംഭിക്കുന്ന അനുഗ്രഹീതമായൊരു ഭാഗം. യേശു കർത്താവ് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ആകത്തുക നമ്മൾ ചിന്തിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് കർത്താവിൽ വസിക്കുക എന്നുള്ളതാണ്. കർത്താവിനോട് ചേർന്നിരിക്കുക. ബൈബിൾ പറയുന്ന ഒരു ചിന്ത നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവിനോട് ചേർന്നിരിപ്പാൻ, കർത്താവിൽ വസിപ്പാൻ. കർത്താവിൽ വസിക്കുക മീൻസ് ദൈവവചനത്തിൽ നമ്മൾ വസിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹമായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, എന്നിൽ വസിക്കാത്തതിനെ ഞാൻ കൊമ്പുപോലെ പുറത്തു കളയും. അപ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയാത്തൊരു വ്യക്തിക്ക് ദൈവമായിട്ടൊരു ബന്ധവുമില്ല, അല്ലേ? പ്രാർത്ഥനയോ ബൈബിൾ വായനയോ പ്രസംഗമോ ഒന്നുമല്ല ദൈവത്തോട് വസിക്കുന്നു എന്നതിൻ്റെ തെളിവ്. ഇൻറ്റിമസി, പേഴ്സണലായിട്ട് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ദൈവത്തോട് വസിക്കുക. ഇത് പുറമേ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ട ഒരു റിസൾട്ടല്ല, ദൈവത്തിന് തന്നെ ബോധ്യമാകേണ്ട ഒരു കാര്യമാണ്. ദൈവത്തോട് നമ്മൾ അടുത്തിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് അവനോട് ചേർന്നിരിക്കുക എന്നുള്ളതിന് പ്രാർത്ഥനാ നിരതനാകുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ തിരുവചനം വായിക്കുക, കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, ഒന്നുപോലും വ്യതിചരിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു ദൈവപൈതന്നെയാണ് കർത്താവിനോട് ചേർന്ന് വസിക്കുക എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. എന്തുവാ പറയുന്നത്? 5-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞൊന്നും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ല. എന്താ അതിൻ്റെ തെളിവ്? നമ്മളിതൊക്കെ ഒരു സിഗ്നൽ പോലെ പറഞ്ഞെങ്കിലും ദൈവത്തിൽ നമ്മൾ വസിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാന തെളിവാണ് വളരെ ഫലം കായ്ക്കുമെന്നല്ല, വളരെ ഫലം കായ്ക്കും. അപ്പോൾ വളരെ ഫലമുണ്ടാകണം. മറ്റുള്ളവർക്ക് ഫലമെന്ന് പറയുന്നത് നമുക്ക് പ്രയോജനം തരുന്നതല്ല, മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്നതാണ്. മറ്റുള്ളവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഒക്കെ മറ്റുള്ളവർക്ക് ഗുണകരമായി തീരുക എന്നുള്ളതാണ് ഫലം കായ്ക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു വൃക്ഷം ഫലം കായ്ക്കുമ്പോൾ ആ വൃക്ഷത്തിനാണോ പ്രയോജനം? ഇല്ല, നമുക്കാണ്, അല്ലേ? ഒരു മാവാകട്ടെ, ഒരു പ്ലാവാകട്ടെ, അതിനല്ല പ്രയോജനം, നമുക്കാണ് അതിൻ്റെ പ്രയോജനം. അതിന് വേണ്ടിയത് നമ്മൾ ചെയ്യുന്ന, ഫലം കായ്ക്കാൻ വേണ്ടിയത് നമ്മളൊരു പക്ഷേ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ സ്തോത്രം, ആ ഫലം കൊണ്ട് പ്രയോജനം മറ്റുള്ളവർക്കാണ്. ഇതാണ് തന്നെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൃപാവര ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ദൈവശാസ്ത്രം നമ്മൾ ചിന്തിച്ചാൽ അത് നമുക്കല്ല ബെനിഫിറ്റ്, അത് മറ്റുള്ളവർക്കാണ് ബെനിഫിറ്റ്, അല്ലേ? ഇന്നതല്ല, നേരെ തിരിച്ചാണ് കൊണ്ടുവരുന്നത്, അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കപ്പെടുക, ഫലം കായ്ക്കുന്നു എന്നതാണ് അതിൻ്റെ തെളിവ്. എന്തിൻ്റെ? നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു. അല്ലാത്തതാണ് ദൈവം അതിനെ വെട്ടിപ്പുറത്തു കളയും, അത് ഉണങ്ങിപ്പോകും. വിശ്വാസ ജീവിതത്തിൽ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഒരു കാലം കഴിയുമ്പോൾ അതിനകത്തില്ല, അല്ലെങ്കിൽ കളത്തിൽ പോലും ഇല്ലാതെ സ്തോത്രം മാറിപ്പോകുന്ന അനേകരെ നമുക്ക് കാണുമെങ്കിൽ അവരൊക്കെ ഉണങ്ങിപ്പോയതിൻ്റെ ലിസ്റ്റിൽ വരുന്നൊരു കാര്യമല്ലേ? അതിൻ്റെ അർത്ഥം അവർ കർത്താവിൽ വസിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ പച്ചയോടെ പുഷ്ടിയോടെ കർത്താവിൻ്റെ വരവരെ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ പോകുവോളം ദൈവത്തിന് വേണ്ടി നിൽക്കാം. കർത്താവ് നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടി നമുക്ക് ദൈവങ്ങളിൽ എത്തിക്കപ്പെടാം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവ്, കർത്താവിൽ വസിച്ച് പച്ചയോടെ പുഷ്ടിയോടെ ഇരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞാട്ട് സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും അവിടുന്ന് ജനത്തിന് മേൽ പകർന്ന് അനുഗ്രഹിക്കുന്നു. ഈ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങനെ ചെയ്താട്ട് മഹത്വമുള്ളേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.